മുടി കുഞ്ഞു കുഞ്ഞു മുടിയായിട്ട് ധാരാളം വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ മുടി ഡ്രൈനെസ് ഉണ്ടാവില്ല, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ഇതെല്ലാത്തിനും ഓൾ പർപ്പസിലാണ്, പ്രോട്ടീൻ കൂടിയതും കൂടിയാണ് കേട്ടോ. നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാക്കൊന്നും തേച്ചില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നെല്ലിക്ക പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി പേസ്റ്റായിട്ട് തേച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് തേച്ചില്ല, ഒന്നും തേച്ചില്ല. പാക്കും ജെല്ലും ഒന്നും തേച്ചില്ല കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതൊക്കെ പറയാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു തിരിച്ചു, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ കരുതിയാൽ മതി. ഇന്നലെ രാത്രി ജെല്ല് തേച്ച് കിടന്നിരുന്നല്ലോ, അത് വെറുതെ വാഷ് ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ജെല്ല് ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒരു ദിവസം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡും ഹൈബിസ്കസ് ഫ്ലവറും കൂടി ഇട്ടുള്ളതാണ് കേട്ടോ. ഹൈബിസ്കസും കൂടി ഇട്ടുള്ള ജെല്ലാണ്. ഇന്നലെ കാണിച്ചിരുന്നത് ക്ലിനിക്കൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടാവശ്യത്തിന്, അതായത് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അത് ഫ്ലാക്സ് സീഡ് കൂടിയിട്ടുള്ളതാണ്. വീണ്ടും ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നീലാമരിയുടെ സംശയം ചോദിച്ചു കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, നീലാമരി പല പ്രോസസ്സിങ്ങിലൂടെയാണ് പൊടിയായിട്ട് കിട്ടുന്നത്. ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് അതിന്. വെയിലൊന്നും കൊള്ളിക്കാതെ വേണം അത് ഉണക്കിയെടുക്കുക, അതിന് സ്റ്റീം കൊടുക്കുക, അങ്ങനെ ഒരുപാട് പല ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് ആ പൊടി കിട്ടുന്നത്. എല്ലാവരും വിചാരിക്കുന്ന പോലെ നീലാമരി ഉണക്കി പൊടിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സൂര്യപ്രകാശമൊക്കെ ഒന്നും ഉണ്ടാവില്ല ഉണങ്ങുമ്പോൾ കേട്ടോ. അതേ രീതിയിലാണ് ഉണങ്ങിച്ച്. അപ്പോൾ നമ്മളിതിപ്പോൾ ലോക്കലൊക്കെ മേടിക്കുമ്പോൾ ഇത്തരം പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് പൊടി കിട്ടുന്നത്. അപ്പോൾ അത് അലർജി ഉണ്ടാക്കും ചിലർക്ക്. അപ്പോൾ ഇതുപോലെ പലർക്കും അനുഭവം ഞാൻ പറഞ്ഞല്ലോ. നീലാമരി പറ്റാത്തവര് ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുഡ് ക്വാളിറ്റി കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ കൂട്ടര് അതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിൽ ഇത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഒന്ന് ആമസോണിലോ വേറെ എവിടെന്നെങ്കിലും ഒന്ന് നോക്കൂ, ട്രൈ ചെയ്തു. നമ്മൾ പ്രോസസ്സിങ് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമുക്കത് അലർജി ഉണ്ടാക്കും കേട്ടോ. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഇതുപോലെ അലർജി എന്ന് പറഞ്ഞ ആള് നിറച്ച് ചൊറിച്ചില്, നീലാമരി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചൊറിച്ചിലായിരിക്കും, ഭയങ്കര ചൊറിച്ചിൽ വരും. അപ്പോൾ അതെന്നെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആമസോണിൽ നിന്ന് വാങ്ങിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആമസോണിൽ നിന്ന് അവർ വാങ്ങിച്ച് അപ്ലൈ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിത് പറയുന്നത്. അലർജി ഉള്ളവർ ഒരു ദിവസം അങ്ങനെ വാങ്ങിച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇല്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ചൊറിച്ചിലുണ്ടാവും. കൂടാതെ ഇത് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പ്രോസസ്സിങ് നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടിട്ട് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അതുപോലെ ചിലവർക്ക് തല വെറുതെ ചൊറിച്ചിലെന്ന് പറഞ്ഞു, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർ അലോവേര ജെൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അലോവേര ജെൽ അപ്ലൈ ചെയ്താൽ ചൊറിച്ചിലൊക്കെ മാറും. പക്ഷെ അലോവേര ജെല്ലെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുറിച്ചിട്ട് ഒരു ഇത്തിരി അല്പം വെള്ളത്തിൽ മുക്കി വയ്ക്കണം. മഞ്ഞ ദ്രാവകം പോകണം കേട്ടോ. ജെല്ലിൽ ലീഫിലുള്ള മഞ്ഞ ദ്രാവകം പോയില്ലെങ്കിൽ അത് ചൊറിച്ചിലുണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനെ വളരെയധികം കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടി വരും കണ്ടോ, ബേബി ഹെയർ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും വരും, പ്രായമില്ല കേട്ടോ. ഏത് പ്രായത്തിലും ഇതുപോലെ മുടി വളർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ശ്രീലക്ഷ്മി സുദർശൻ ജി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ, വളരെ സന്തോഷം കേട്ടോ. അതുപോലെ പലരും ഉണ്ട് കേട്ടോ. ശാലിനി രാധാകൃഷ്ണൻ, പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും കമൻ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ ഇന്നൊരു അടിപൊളി മാസ്കാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏവർക്കും പ്രിയപ്പെട്ടതാണ്, അതുപോലെ അറിയാവുന്നതായിരിക്കാം.
അങ്ങനത്തെ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. നമുക്ക് മുടി വളരാൻ പറ്റുന്നതാണ് കേട്ടോ. മുടി കുഞ്ഞു കുഞ്ഞു മുടിയായിട്ട് ധാരാളം വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം മുടി ഡ്രൈനെസ് ഉണ്ടാവില്ല, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ഇതെല്ലാത്തിനും ഓൾ പർപ്പസിനാണ്, പ്രോട്ടീൻ കൂടിയതും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആണ് കേട്ടോ 3 സംഭവങ്ങൾ. ഒന്നാണ് നമ്മുടെ റോസ്മേരി. ഈ റോസ്മേരിക്ക് നല്ല വാസനയാണ് കേട്ടോ. ഈ ഉണങ്ങിയ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ. ഉണങ്ങിയത് എന്ത് വാസനയാണെന്നറിയോ. ഇതന്ന് ഞാൻ അരച്ച് കാണിച്ചല്ലോ ബ്രഹ്മിയായിട്ട്. അപ്പൊ എന്നിട്ടും മുടിയിൽ പോലും 2-3 ദിവസത്തേക്ക് നമുക്ക് ആ നല്ല സ്മെല്ല് ഉണ്ടാവും ഈ റോസ്മേരിയുടെ. ഇപ്പോഴും മണത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് റോസ്മേരി കൂട്ടിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുമെങ്കിൽ തേച്ചോളൂ കേട്ടോ. റോസ്മേരി അറിയാലോ എല്ലാവർക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടത് ഒരു 3 സ്പൂൺ റോസ്മേരി ആണ് കേട്ടോ. 3 സ്പൂൺ റോസ്മേരി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉലുവ, അത് ഒരു 3 സ്പൂൺ എടുക്കാം. 3 സ്പൂൺ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം. റോസ്മേരി 3, ഉലുവ 3, വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുക. രാവിലെ കുതിർത്തി വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെറുപയർ എടുക്കാം. ചെറുപയർ ഗ്രീൻ ഗ്രാം ചെറുപയർ എടുത്തിട്ട് ഇത് സെപ്പറേറ്റ് ഒരു 3-4 എടുക്കാം കേട്ടോ. നമുക്ക് 3-4, ഇത് 2-3 ഇതെടുക്കാം. ഇത് സെയിം എടുക്കാം, അല്ലെങ്കിൽ 4 എടുക്കാം. കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഇത് ഇതുപോലെ സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം, സോക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം. ഉണ്ടോ? അപ്പോൾ റോസ്മേരിയും ഉലുവയും കൂടി ഒന്നിച്ച് നമുക്ക് കുതിർത്താൻ വെക്കാം. ഇത് സെപ്പറേറ്റ് കുതിർത്താൻ വെക്കാം. രാവിലെ 2 കൂടി ഇതുപോലെ കുതിർത്താൻ വെച്ചിട്ട് ഈവനിങ് ടൈമിൽ നമ്മൾ ഈ ചെറുപയറിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ കെട്ടിവെക്കാം. കെട്ടി വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിൽ മുള വന്നിട്ടുള്ളതായിട്ട് കാണാം. അതായത് നമ്മൾ മുളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആ മുളച്ച ചെറുപയറും പിന്നെ നമ്മൾ കുതിർത്തി വെച്ച ഈ റോസ്മേരിയും ഉലുവയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കാം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് വെണ്ണ പോലെയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കണ്ട. അല്ലാതെ വരുവാണെങ്കിൽ നമ്മൾ തരി ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തരി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാറുള്ള പോലെ കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആ പ്രഷറെല്ലാം മാറിയിട്ട് ജെല്ല് മാത്രമായിട്ട് കിട്ടും അല്ലേ. അതിൻ്റെ ആ പേസ്റ്റ് നമ്മൾ കളഞ്ഞിട്ട് ഇതുപോലെ കോട്ടൺ തുണിയിൽ ഇടുമ്പോൾ അതിൻ്റെ ഈ പിശറുണ്ടല്ലോ, പിശറ് മാറിയിട്ടുള്ള മാസ്ക് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളത് തലോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ, ഇപ്പൊ ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയാൻ കാരണം കൂടുതൽ നിൽക്കാൻ പറ്റുമെങ്കിൽ, അതായത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, നിൽക്കാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂർ അപ്ലൈ ചെയ്തിരിക്കുക. എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ മുളപ്പിച്ച ചെറുപയറാകുമ്പോൾ നല്ല പ്രോട്ടീനും കൂടിയാണ്. നമുക്ക് അകത്തേക്കും കഴിക്കാം കേട്ടോ. അത് ഈ മുളപ്പിച്ചത് അകത്തേക്ക് എങ്ങനെയെങ്കിലും കുക്ക് ചെയ്തോ പച്ചയ്ക്കോ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഈ 3 കൂട്ടം കൂടി നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് തലോട്ടിലും അതുപോലെ തലമുടിയിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞാലുണ്ടല്ലോ മുടി നല്ല സിൽക്കി ആയിരിക്കും. അതുപോലെ റോസ്മേരിയുടെ വാസന ഉണ്ടാവും കേട്ടോ. മുടിക്ക് നല്ല വാസന ഉണ്ടാവും. ഹെയർ ഫോൾ ഉണ്ടാവില്ല, ഡ്രൈനെസ് ഉണ്ടാവില്ല, ഡാമേജ് ആവില്ല മുടി കേട്ടോ. അതുപോലെ ഈ ഡാമേജ് ആയിട്ടുള്ള വല്ല സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിന്നിൽ അതെല്ലാം മാറും കേട്ടോ. ഏറ്റവും നല്ലൊരു റെമഡിയും കൂടിയാണ്, സ്കിന്നിനും കൂടി നല്ലതാണ്. അപ്പോൾ തലയോട്ടിൽ നമ്മൾ തേക്കുമ്പോൾ പിന്നെ റോസ്മേരിയും കൂടിയാണ് സർക്കുലേഷൻ കൂട്ടും കേട്ടോ. സ്കാൽപ്പിലേക്കുള്ള സർക്കുലേഷനും കൂടി കൂട്ടും, ധാരാളം മുടി വളരും. അപ്പോൾ ഇത് ഒരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും അപ്ലൈ ചെയ്ത് റിസൾട്ടൊക്കെ പറയാം കേട്ടോ.
ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ. ഈ 3 പ്രോഡക്റ്റും കൂടി ചേർത്തിട്ട് കുതിർത്തി ഇതുപോലെ ഒന്ന് മുളപ്പിച്ചു കൊടുക്കുക. പിറ്റേ ദിവസം മുളപ്പിച്ച ഗ്രീൻ ചെറുപയറും അതുപോലെ ഉലുവയും ഈ റോസ്മരിയും കുതിർത്തും കൂടി അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഫിഷറുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ തല തേക്കാം. എന്നിട്ട് വെറുതെ വെള്ളത്തേക്ക് കഴുകി കളയാം കേട്ടോ. വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. ഏറ്റവും നല്ല ഒരു അടിപൊളി മാസ്കാണ് കേട്ടോ. മുടിക്ക് തലയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും, നമുക്ക് നല്ലൊരു കുളിർമ കിട്ടും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പൊ അതെല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ചുമ വന്നിട്ട് പനി വന്നിട്ട് ചുമ വരും, ചുമ വരുമ്പോൾ അത് നിൽക്കാതെ വരും, കഫം കൂടുന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. കഫം എന്ന് പറയുന്നത് ദഹനത്തെ ഇല്ലാതെ ആക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് തൊണ്ടയിലും അവിടെ ഇവിടെയൊക്കെ കഫം കെട്ടിയിരിക്കും. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പല മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൂക്കിലൊഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രോപ്സ് കേട്ടോ, നസൽ ഡ്രോപ്സ് വാങ്ങിച്ച് മൂക്കിലൊഴിക്കുക, ആവി പിടിക്കുക കഫം പുറത്തേക്ക് പോകാൻ വേണ്ടി. ഇനി ഒട്ടും പോകുന്നില്ല എങ്കിൽ പെട്ടെന്ന് നമുക്ക് അതുപോലെ ഇവിടെ നെഞ്ചില് നമുക്ക് നെഞ്ചിരിച്ചിലൊക്കെ തോന്നും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് പൈനാപ്പിൾ ഉണ്ടാവും, ഇത് പൈനാപ്പിൾ ഇതുപോലെ അരിയുക, എന്നിട്ട് കഴിക്കുക. കണ്ടോ, എന്നിട്ട് ഒരു കഷ്ണം വീതം ഇതുപോലെ പീസാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കഫം എല്ലാം ഉരുകി പോണ പോലെ തോന്നും. കാരണം പൈനാപ്പിള് ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട് പൈനാപ്പിളിന് കേട്ടോ. ഫുഡിനെയും ഇത് കഫത്തിനെയൊക്കെ ദഹിപ്പിച്ച് കളയും. അപ്പൊ ആ ചുമയൊക്കെ മാറും കേട്ടോ. 1-2 ദിവസം നിങ്ങൾ കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. ഇനി ഇങ്ങനെ കഷ്ണമായിട്ട് കഴിക്കാൻ പറ്റാത്തവര് ജ്യൂസ് അടിക്കാം കേട്ടോ. ജ്യൂസ് അടിച്ച് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പൊ ചുമയൊക്കെ മാറും. 2 ദിവസം നല്ല പഴുത്ത പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ. ചുമ മാറാത്തവരെ ചുമയൊക്കെ മാറും, ദഹനം നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഇതൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് നോക്കൂ എല്ലാവരും കേട്ടോ, ഈ ടിപ്സ് എല്ലാം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഞാൻ നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്, രാവിലെ പോകും തൊഴാനായിട്ട്. അപ്പൊ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കട്ടെ, ദീർഘായുസ് ആരോഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.